കേൾക്കാവോ? ഗുഡ് ഈവനിങ്, കേൾക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഇന്നും സയൻസ് തന്നെയാണ് നോക്കുന്നത്. നമ്മൾ ഇന്നലെ മൂന്നാം ക്ലാസ്സിലെ ഫസ്റ്റ് യൂണിറ്റ് തീർന്നായിരുന്നു. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? സസ്യത്തെ കുറിച്ച് അല്ലെ? കുറെ സസ്യങ്ങള്, അതിന്റെ സവിശേഷതകള്, അതിന്റെ ഉദാഹരണങ്ങള്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ഹരിതഭൂമി എന്നുള്ള ആ ഒരു ഫസ്റ്റ് യൂണിറ്റ് പഠിച്ചായിരുന്നു. ഇനിയിപ്പോ സെക്കൻഡ് യൂണിറ്റ് നമ്മൾ കുറച്ചും തുടങ്ങിയായിരുന്നു. ജന്തുലോകത്തേക്ക് എന്ന പാഠഭാഗത്തില് കുറെ വളർത്തു മൃഗങ്ങള്, അവരുടെ സവിശേഷതകള്, അവരുടെ സഞ്ചാര രീതി, പിന്നെ കടലിലെ ജീവികൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ നോക്കിയിരുന്നത്. ഇന്ന് നമുക്ക് അതിന്റെ ബാക്കി പോർഷൻസ് നോക്കാം. ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുവാണ്. ഓക്കെ, എല്ലാവർക്കും കാണാമെന്ന് ഞാൻ വിശ്വസിക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ഇന്നലെ ഈ ജന്തുലോകത്തേക്ക് എന്നുള്ള രണ്ടാമത്തെ പാഠമാണ് നോക്കിക്കൊണ്ടിരുന്നത് നമ്മുടെ മൂന്നാം ക്ലാസ്സിലെ. പിന്നെ അതിന് നമ്മള് ബാക്കി പോർഷൻസ് നോക്കും. നമ്മള് കണ്ടായിരുന്നു വളർത്തു ജീവികളെ കൊണ്ടുള്ള പ്രയോജനങ്ങള്, അവയുടെ സവിശേഷതകള്, അവരുടെ സഞ്ചാര രീതി. അതിൽ തന്നെ അവരുടെ സഞ്ചാര രീതിക്ക് അനുസരിച്ച് നമ്മള് അതിനെ പട്ടികപ്പെടുത്തിയായിരുന്നു. അതായത് നടക്കുന്നവ, ഇഴയുന്നവ, പറക്കുന്നവ, നീന്തുന്നവ എന്നൊക്കെ പറഞ്ഞ് നമ്മളതിനെ തരം തിരിച്ചൊക്കെ എഴുതിയായിരുന്നു. അത് ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു പോയ കുറച്ച് കാര്യങ്ങളാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓരോ ജീവികളുടെയും ശരീരത്തിന്റെ സവിശേഷതകളും പിന്നെ അവയുടെ സഞ്ചാര രീതികളും. അപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു, നമ്മളിപ്പം ഉദാഹരണമായിട്ട് ഈ ഒരു കോളത്തിൽ തന്നെ കുതിരയുടെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, കുതിര നല്ല വേഗത്തിൽ, അത്യാവശ്യം നല്ല വേഗത്തിൽ ഓടുന്ന ഒരു ജീവിയാണ്. അപ്പൊ കുതിരയുടെ ശരീരത്തിന്റെ സവിശേഷതകൾ എന്താണ്? പിന്നിലേക്ക് മടക്കാവുന്ന മുൻ 4 കാലുകളുണ്ട്. അതായത് മുൻകാലുകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നിലേക്ക് മടക്കാവുന്ന മുൻകാലുകളും ഉണ്ട്. പിന്നെ മൊത്തത്തില് കുതിരയ്ക്ക് എത്രയാ? 4 കാലുകളുണ്ട്. അപ്പം കുതിരയുടെ ശരീരത്തിന്റെ സവിശേഷ രീതി എന്ന് പറയുന്നത് പിന്നിലേക്ക് മടക്കാവുന്ന മുൻകാലുകൾ. അപ്പൊ അതിന്റെ സഞ്ചാര രീതി എങ്ങനെയാ? ഓടുന്നുണ്ട്, നടക്കുന്നുമുണ്ട്. അല്ലാതെ കുതിര ഇഴയുന്നു എന്നുള്ള ആ ഒരു സഞ്ചാര രീതി വരുന്നില്ല കുതിരയ്ക്ക്. കുതിരയ്ക്ക് വരുന്നത് ഓടുന്നു, നടക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമ്മള് പാമ്പിന്റെ ആണെങ്കിലോ, പാമ്പിന്റെ പ്രത്യേകത എന്താ? നമുക്ക് തന്നെ അറിയാം. പാമ്പിനെന്താ? കാലുകളില്ല. പാമ്പിന് കാലുകളില്ല. പിന്നെ അതിന്റെ ശരീരം മുഴുവനായിട്ടും അത് സഞ്ചാരത്തിന് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അതായത് പാമ്പിന് കാലുകളില്ല, അപ്പൊ അതെങ്ങനെയാണ് മുഴുവനായിട്ട് അതിന്റെ ശരീരം കൊണ്ട് പ്രയോജനപ്പെടുത്തുന്നുണ്ട് അതിന്റെ സഞ്ചാരത്തിന് വേണ്ടി. അപ്പൊ അതിന്റെ സഞ്ചാര രീതി ഏതൊക്കെയാണ്? ഇഴയുന്നുമുണ്ട്, അതുപോലെ തന്നെ ഇപ്പൊ വെള്ളത്തിൽ കൂടെ ആണെങ്കിൽ പാമ്പ് നീന്തുന്നുമുണ്ട്. ഇനിയിപ്പോ അടുത്ത പ്രാവിന്റെ ആണെങ്കിലോ, പ്രാവിന് എന്താ? കാലുകളും ഉണ്ട്, ചിറകുകളും ഉണ്ട്. അതാണ് അതിന്റെ ശരീരത്തിന്റെ സവിശേഷത നമ്മൾ പറയുന്നത്. പ്രാവിനാണെങ്കിൽ ചിറകുകളും ഉണ്ട്, കാലുകളും ഉണ്ട്. അതിന്റെ ശരീരത്തിന്റെ സവിശേഷതകളായിട്ട്. അതിന്റെ സഞ്ചാര രീതി വരുന്ന ഏതൊക്കെയായിരിക്കും? പ്രാവുകളാണെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്നത് എന്താ? പറക്കുന്നു. പിന്നെ പറയുന്നതാണ് നടക്കുന്നു. അപ്പം അതിന്റെ സഞ്ചാര രീതി, പ്രാവിന്റെ സഞ്ചാര രീതി എന്ന് പറയുന്നത് നടക്കുന്നുമുണ്ട്, പറക്കുന്നുമുണ്ട്. പിന്നെ വരുന്നതാണ് നമ്മുടെ മീന്. മീനിന്റെ ശരീരത്തിന്റെ സവിശേഷതകൾ എന്താ? നമുക്കറിയാം, ഇതിന്റെ ഈ രണ്ടറ്റവും, അതായത് ഈ രണ്ടറ്റവും ഏകദേശം ഒരു കൂർത്ത ഒരു ഷേപ്പാണ്. അപ്പം രണ്ടറ്റവും കൂർത്ത ശരീരം, പിന്നെ വശങ്ങളിലും വാലുകളും ചിറകുകളും എല്ലാം ഏകദേശം ഒരു കൂർത്ത് ആണ്. മീനിന് വെള്ളത്തിൽ കൂടെ സഞ്ചരിക്കാവുന്ന രീതിയിൽ തന്നെയാണ് അതിന്റെ ശരീരത്തിന്റെ പ്രത്യേകതകളും പോയിരിക്കുന്നത്. അപ്പൊ രണ്ടറ്റവും കൂർത്ത്, അതിന് ചിറകുകൾ എന്ന രീതിയിൽ തന്നെ മീനിന് വെള്ളത്തിൽ കൂടെ സഞ്ചരിക്കാവുന്ന രീതിയിലാണ് അതിന്റെ ശരീര സവിശേഷത. അപ്പൊ അതിന്റെ സഞ്ചാര രീതി എന്ന് പറയുന്ന ആകെയുള്ളത് നീന്തുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഓരോ മൃഗങ്ങൾക്കും അവരുടെ സഞ്ചാര രീതിക്ക് അനുസരിച്ച് ശരീരത്തിന് ഓരോ പ്രത്യേക തരത്തിലുള്ള സവിശേഷതകളുണ്ട്. ഇപ്പം ആമയാണെങ്കിൽ അതിന് ഇഴയാനും നടക്കാനും നീന്താനും ഒക്കെ പറ്റും. ആമയുടെ മുകളിൽ നമുക്കറിയാം ഒരു വലിയൊരു പുറന്തോട് പോലെയുണ്ട്. അപ്പൊ ആമയുടെ സഞ്ചാര രീതി എന്ന് പറയുമ്പോൾ അതിന് ഇഴയാനും പറ്റുന്നുണ്ട്, നടക്കാനും പറ്റുന്നുണ്ട്, അതുപോലെ തന്നെ വെള്ളത്തില് നീന്താനും പറ്റുന്നുണ്ട്. അങ്ങനെ ഓരോ മൃഗങ്ങൾക്കും, ഓരോ ജീവികൾക്കും അവയുടെ സഞ്ചാര രീതി, അതായത് ഓരോന്ന് സഞ്ചരിക്കുന്ന അനുസരിച്ച് അവരുടെ ശരീരത്തിന് ഓരോ സവിശേഷതകളുണ്ട്. നമ്മൾ നോക്കി, താറാവിന്റെ സഞ്ചാര രീതി നിരീക്ഷിക്കുന്നു പറഞ്ഞ് താറാവിന്റെ ഫോട്ടോ ഉണ്ടോ? അത് വെള്ളത്തിൽ കൂടെ നീന്തുന്നുണ്ട്, അത് പറക്കുന്നുണ്ട്, ഈ കരയിൽ കൂടെ നടക്കുന്നുമുണ്ട്. അപ്പൊ ആ നടക്കാനും പറക്കാനും നീന്താനും എല്ലാം അനുസരിച്ച് ഓരോ ജീവികളും വ്യത്യസ്തരാണ്. അതുപോലെ തന്നെ അവരുടെ ശരീരത്തിന് അതിൻ്റെതായ സവിശേഷതകളുണ്ട്. ഓരോ ജീവിക്കും അതിന്റെ ശരീരത്തിന്റെയും വസിക്കുന്ന ചുറ്റുപാടിന്റെയും പ്രത്യേകതകൾക്കനുസരിച്ചുള്ള സഞ്ചാര രീതിയാണ് ഉള്ളത്. ആണ് നമ്മളിപ്പോ പറഞ്ഞത്. നമ്മളിപ്പോ ഓരോ ഉദാഹരണങ്ങളിൽ കൂടെ പറഞ്ഞ് അല്ലെങ്കിൽ കണ്ട കാര്യങ്ങളാണ് എന്ത്? ഓരോ ജീവിക്കും അതിന്റെ ശരീരത്തിന്റെയും
വസിക്കുന്ന ചുറ്റുപാടിന്റെയും പ്രത്യേകതകൾക്കനുസരിച്ചുള്ള സഞ്ചാര രീതിയാണുള്ളത്. നമ്മൾ കുതിരയുടെ കാര്യം പറഞ്ഞു, പാമ്പിന്റെ കാര്യം പറഞ്ഞു, പിന്നെ പ്രാവ്, മീൻ, അതേ ഇപ്പൊ താറാവിന്റെ എല്ലാം കാര്യം പറഞ്ഞപ്പോ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് എന്താണ് അതിന്റെ ഓരോ ജീവികളുടെയും ശരീരത്തിന്റെയും പിന്നെ അത് വസിക്കുന്ന ചുറ്റുപാട്, ഓരോ ജീവികളും ആയിരിക്കുന്ന ആ ഒരു ചുറ്റുപാടിന്റെയും പ്രത്യേകതകൾക്കനുസരിച്ചുള്ള സഞ്ചാര രീതിയാണ് ഉള്ളത്. ഈ സഞ്ചാര രീതികൾ മാത്രമല്ല, ഇത് നമ്മുടെ ഓരോ ജീവികളുടെയും ആഹാരവും അതും പല വിധത്തിലാണ്. നമ്മൾ പറഞ്ഞു എല്ലാ ജീവികളും വ്യത്യസ്തരാണ്, അവരുടെ സഞ്ചാര രീതി വ്യത്യസ്തരാണ്, അവരുടെ ശരീരത്തിന്റെ സവിശേഷതകൾ വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ ആഹാരവും, അവർ കഴിക്കുന്ന ആഹാരവും പല വിധത്തിലുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു പാഠത്തില് 2 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ നമ്മൾ പറയുന്നത് തൊഴുകയ്യൻ പ്രാണിയാ. നിങ്ങൾ ഏകദേശം നമ്മുടെ ഒരു പച്ചപ്പുൽച്ചാടിയുടെ ആ ഒരു ഷേപ്പ് പോലെ ഏകദേശം വരും. അതിന്റെ കൈ ഇങ്ങനെ നമ്മൾ കൈ കൂപ്പി പിടിച്ചിരിക്കുന്ന ആ ഒരു ഇതിലാണ്, അതിനെ നമ്മൾ തൊഴുകയ്യൻ പ്രാണി എന്ന് വിളിക്കുന്നത്. തൊഴുകയ്യൻ പ്രാണി പറയുന്നുണ്ട് നമ്മുടെ പൂമ്പാറ്റയോട് എന്താ, ഉറുമ്പുകളും ചെറു പ്രാണികളുമാണ് എൻ്റെ ഇഷ്ടഭക്ഷണം. അപ്പൊ നമ്മുടെ പൂമ്പാറ്റ പറയാണ് പൂക്കളിലെ മധുരമൂറുന്ന തേനാണ് എനിക്കിഷ്ടം. ഇവിടെ തന്നെ നമ്മൾ കണ്ടു നമ്മുടെ തൊഴുകയ്യൻ പ്രാണിക്ക് ഉറുമ്പുകളും ചെറു പ്രാണികളുമാണ് ഇഷ്ടഭക്ഷണം. പക്ഷെ നമ്മുടെ പൂമ്പാറ്റയ്ക്കോ പൂക്കളിലെ തേനാണ് ഏറ്റവും ഇഷ്ടം. അപ്പൊ നമ്മൾ പറഞ്ഞ ഒരു കോൺസെപ്റ്റ് എന്താണ്, എല്ലാ ജീവികൾക്കും ആഹാരങ്ങളും പല വിധത്തിലാണ്, അല്ലെങ്കിൽ അവരുടെ എല്ലാ ആഹാര രീതിയും വ്യത്യസ്തമാണ്. ആ ഒരു കോൺസെപ്റ്റിലേക്കാണ് നമ്മൾ ഇനി എത്താൻ പോകുന്നത്. അങ്ങനെയാണ് ഇവിടെ താഴെ കുറെ ജീവികളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പരിചയമുള്ള എല്ലാ ജീവികളും തന്നെയാണ്. അപ്പൊ അതിന്റെ എല്ലാ ആഹാര രീതി ഒരുപോലെയാണോ നമുക്ക് നോക്കാം. അപ്പൊ പശുവിന്റെ ആണെങ്കിലോ എന്തൊക്കെയാ പശു കഴിക്കുന്നത്? നമ്മൾ എപ്പോഴും നമ്മുടെ വീടുകളിലാണെങ്കിൽ പോലും പശു ഉള്ളതാണ്. പശു എന്തൊക്കെയാ കഴിക്കുക? പുല്ല് കഴിക്കും, പിന്നെ വൈക്കോല് കഴിക്കും, അല്ലെ? പ്രധാനമായിട്ടും പശു ഏകദേശം സസ്യങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ നമ്മൾ സസ്യാഹാരികൾ എന്നൊക്കെ പറയുന്ന ആ ഒരു വിഭാഗത്തിൽ പെടുന്നതാണ് പശു. പുല്ല് കഴിക്കും, വൈക്കോല് കഴിക്കും, പിന്നെ നമ്മള് കാടി വെള്ളം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പശു കഴിക്കുന്നത്. പിന്നെ കാക്കയാണെങ്കിലോ എല്ലാം ഈ കൊത്തിപ്പെറുക്കി നടക്കുക നമ്മൾ കണ്ടിട്ടുണ്ട്. ധാന്യങ്ങള്, പിന്നെന്താ പഴങ്ങള്, പ്രാണികള്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ കാക്ക കഴിക്കുന്നത്. ധാന്യങ്ങള്, പ്രാണികള്, പഴങ്ങള്, പിന്നെ പയറ് വർഗത്തിൽ പെട്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ കാക്ക കഴിക്കുന്നത്. ഇനിയിപ്പൊ ആനയാണെങ്കിലോ പുല്ലുവർഗത്തിൽപ്പെട്ട ചെടികൾ കഴിക്കും, പിന്നെ പഴങ്ങൾ കഴിക്കും, അല്ലെ? നമുക്കറിയാം ആന കഴിക്കുന്ന കാര്യങ്ങള് പുല്ലുവർഗത്തിൽപ്പെട്ട ചെടികള്, പിന്നെ പഴങ്ങള്, പിന്നെ കരിമ്പ്, അങ്ങനെ അതെല്ലാമാണ് നമ്മുടെ ആന കഴിക്കുന്നത്. അണ്ണാനാണെങ്കിലോ അണ്ണാന് ചെറിയ ചെറിയ പ്രാണികളെ കഴിക്കാറുണ്ട്. പിന്നെ ഈ വിത്തുകള്, പഴങ്ങള്, അതൊക്കെയാണ് നമ്മുടെ അണ്ണാന്റെ ആഹാരങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ കോഴിയാണെങ്കിൽ ഇതുപോലെ തന്നെ പഴങ്ങളും പ്രാണികളും പുഴുക്കളും വിത്തുകള്, ധാന്യങ്ങൾ, ഇതെല്ലാം തന്നെ നമ്മുടെ കോഴിയും കഴിക്കും. നമ്മുടെ വീട്ടിലെ പരിസരത്തെല്ലാം ഉള്ളതാണ് ഇവരെല്ലാം. പരുന്താണെങ്കിലോ നമുക്കറിയാം നമ്മുടെ പരുന്ത് കോഴിക്കുഞ്ഞിനെല്ലാം റാഞ്ചിക്കൊണ്ട് പോകുന്നതൊക്കെ നമ്മൾ ഇടയ്ക്ക് കേൾക്കാറുള്ളതാണ്, കണ്ടിട്ടുള്ളതാണ്. അപ്പൊ നമ്മുടെ പരുന്താണെങ്കിലും മത്സ്യം, പാമ്പ്, പിന്നെ കുഞ്ഞു കുഞ്ഞു കിളികള്, മുയല്, അതിനെല്ലാം നമ്മുടെ പരുന്ത് ആഹാരമാക്കുന്നുണ്ട്. ഇനി പൊന്മാനാണെങ്കിൽ ഈ ജലത്തിലെ പ്രാണികളെയാണ് പ്രധാനമായിട്ടും, ജലത്തിലെ പ്രാണികള്, പിന്നെ ഈ തവളകള്, മത്സ്യം, അതിനെല്ലാമാണ് നമ്മുടെ പൊന്മാൻ കൊണ്ടുപോകുന്നത്. തവളയുടെ ആഹാരമാണെങ്കിലോ ഈച്ച, പ്രാണികള്, പുഴുക്കള്, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പ്രാണികളൊക്കെയാണ് നമ്മുടെ തവളയുടെ ആഹാര രീതി. ഇവിടെ ഇപ്പൊ നമ്മൾ ഒരു 5-6 ജീവികളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവര് നോക്കുമ്പോ തന്നെ എല്ലാവരും ഒരുപോലെയുള്ള ആഹാര രീതി അല്ല, എല്ലാവരുടേതും വ്യത്യസ്തമാണ്. അപ്പം അവരുടെ സഞ്ചാര രീതി അല്ലെങ്കിൽ ശരീരത്തിന്റെ സവിശേഷതകൾ എന്നിവ വ്യത്യസ്തമായിരിക്കുന്നത് പോലെ തന്നെ അവരുടെ ആഹാര രീതിയും വ്യത്യസ്തമാണ്. ഇവിടെ താഴെ ഒരു 2-3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇതില് ഏതൊക്കെ ജീവികളാണ് സസ്യഭാഗങ്ങൾ മാത്രം ആഹാരമാക്കുന്നത്? നമ്മളിപ്പോ കണ്ട ആ ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ, അതിനകത്ത് സസ്യഭാഗങ്ങൾ മാത്രം ആഹാരമാക്കുന്ന ജീവികൾ ഏതൊക്കെയാ വരുന്നത്? അപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ പശു വരും, പിന്നെയോ ആനയും വരും, അല്ലെ? ഇപ്പൊ നമ്മൾ പറഞ്ഞത് വെച്ച് ഈ കുറച്ച് ഉദാഹരണങ്ങൾ തന്നായിരുന്നു, അതിൽ നോക്കുമ്പോ ഏതൊക്കെയാ സസ്യഭാഗങ്ങൾ മാത്രം കഴിക്കുന്ന വരുന്നേ? പശുവും വരും, ആനയും വരും. ഇനിയിപ്പോ മാംസം മാത്രം ഭക്ഷിക്കുന്ന ജീവികളാണെങ്കിലോ ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കുമ്പോ പരുന്ത്, അല്ലെ? പരുന്തല്ലാതെ വേറെ സസ്യങ്ങളൊന്നും കഴിക്കാൻ പോകാറില്ല. പരുന്ത് മാംസമായിട്ടുള്ള, അതായത് മാംസം മാത്രമേ പരുന്ത് കഴിക്കാറുള്ളൂ. പിന്നെ സസ്യാഹാരവും മാംസാഹാരവും കഴിക്കുന്ന ജീവികളുണ്ടോ? ഈ ലിസ്റ്റിന്റെ അകത്ത് നമ്മൾ നോക്കിയപ്പോ സസ്യാഹാരവും മാംസാഹാരവും കഴിക്കുന്ന ജീവികളുണ്ടോ എന്ന് നോക്കിയേ. ഉണ്ട്. അതായത് തവള അല്ല, തവളയല്ല, നമ്മുടെ കോഴി കഴിക്കുന്നുണ്ട്. അതായത് കുഞ്ഞു കുഞ്ഞു പ്രാണികളെ ഉണ്ട്, അതുപോലെ തന്നെ പഴങ്ങളും കഴിക്കുന്നുണ്ട് നമ്മുടെ കോഴിയൊക്കെ.
പിന്നെയുള്ളത് കാക്കയുണ്ട്, ധാന്യങ്ങളും പഴങ്ങളും പ്രാണികളും, അതായത് സസ്യഭാഗങ്ങളും കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാംസാഹാരം കഴിക്കുന്ന ജീവികളുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളെ ഒരു ഫോട്ടോ കാണിച്ചു തരാവേ. ഇത് നോക്കിയാൽ നമ്മുടെ ഒരു പരുന്തും പറയുന്നുണ്ട്, നമ്മുടെ മാനും നിപ്പുണ്ട്. അത് പറയാണ് പുള്ളിമാനെ നല്ല ഒന്നാം തരം മുയിലിറച്ചിയുണ്ട് എടുക്കട്ടെ എന്ന്. അപ്പൊ പുള്ളിമാൻ പറയുന്നുണ്ട് അയ്യോ വേണ്ട, ഞാൻ പ്യുവർ വെജിറ്റേറിയൻ ആണ്. നിങ്ങൾക്ക് ഈ പടം കണ്ടിട്ട് എന്താ തോന്നിയത്? അതായത് അവരുടെ ആഹാര രീതി വ്യത്യസ്തമാണ്. പക്ഷെ പുള്ളിമാൻ പറയുന്നുണ്ട് ഞാൻ പ്യുവർ വെജിറ്റേറിയൻ ആണ്. അപ്പൊ അവൻ എന്താ സസ്യാഹാരം മാത്രമേ കഴിക്കുള്ളൂ. അവിടെ പരുന്ത് എന്താ പറയുന്നത്? പുള്ളിമാനെ നല്ല ഒന്നാം തരം മുയിലിറച്ചി കൊണ്ട് എടുക്കട്ടെ. അവന്റെ സവിശേഷത എന്താ? അവൻ മാംസം മാത്രമേ കഴിക്കുന്നുള്ളൂ. അപ്പൊ ഈ ജീവികളുടെ ആഹാര രീതിക്ക് അനുസരിച്ച്, അതായത് ചിലര് സസ്യഭാഗങ്ങൾ മാത്രമേ കഴിക്കുള്ളൂ, ചിലര് മാംസം മാത്രമേ കഴിക്കുള്ളൂ, വേറെ കുറച്ചു പേരോ സസ്യവും കഴിക്കും മാംസവും കഴിക്കും. അപ്പൊ ആ ഒരു പ്രത്യേകതകൾക്കനുസരിച്ച് ഈ ജീവികളെ പ്രത്യേകം ഓരോ ഗ്രൂപ്പിലാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. സസ്യഭാഗങ്ങൾ മാത്രം ആഹാരമാക്കുന്നവയെ എന്താ പറയാ? സസ്യാഹാരികൾ എന്ന് വിളിക്കുന്നു. അതായത് സസ്യഭാഗങ്ങൾ മാത്രം ആഹാരമാക്കുന്നവയെ എന്താ വിളിക്കുന്നത്? സസ്യാഹാരികൾ എന്ന് വിളിക്കുന്നു. ഇനി മാംസം മാത്രം ആഹാരമാക്കുന്നവയോ മാംസാഹാരികൾ എന്നാണ് വിളിക്കുന്നത്. മാംസം മാത്രം ആഹാരമാക്കുന്നവയെ മാംസാഹാരികൾ എന്ന് വിളിക്കുന്നു. ഇനി നമ്മൾ പറഞ്ഞായിരുന്നു രണ്ടും കഴിക്കുന്നവർ, അതായത് സസ്യഭാഗങ്ങളും മാംസവും ആഹാരമാക്കുന്നവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് മിശ്രാഹാരികൾ. ഇത് നമ്മൾ ഈ 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും ഒക്കെ നമ്മൾ വരുമ്പോഴത്തേനും ഇതിന്റെ കുറച്ചുകൂടെ എക്സാമ്പിൾസും നമ്മുടെ ഫുഡ് ചെയിനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കും. ഇപ്പം ജസ്റ്റ് സസ്യാഹാരികള്, മാംസാഹാരികൾ, മിശ്രാഹാരികൾ എന്തൊക്കെയാണ്, അതിന്റെ ഉദാഹരണങ്ങൾ, അത് മാത്രമേ നമ്മൾ ഈ ഒരു 3ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നുള്ളൂ. അപ്പം സസ്യഭാഗങ്ങൾ മാത്രം കഴിക്കുന്നവയെ നമ്മൾ പറയുന്നതാണ് എന്ത്? സസ്യാഹാരികൾ എന്നും, മാംസം മാത്രം ആഹാരമാക്കുന്നവരെ നമ്മൾ പറയുന്നത് മാംസാഹാരികൾ എന്നും, ഇനി സസ്യവും മാംസവും കഴിക്കുന്നവരെ നമ്മൾ പറയുന്നതാണ് മിശ്രാഹാരികൾ. അപ്പൊ ഇവിടെ കുറച്ച് മൃഗങ്ങളുടെ, ജീവികളുടെ ഫോട്ടോസ് വന്നിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞിരിക്കുന്ന ഇതാണ്: മാംസാഹാരികൾക്ക് മഞ്ഞ നിറം, മിശ്രാഹാരികൾക്ക് പച്ച നിറം, സസ്യാഹാരികൾക്ക് ചുവപ്പ് നിറം കൊടുത്ത് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. പശു ഏത് വിഭാഗത്തിൽപ്പെടുന്ന? സസ്യഭാഗങ്ങൾ കഴിക്കുന്നവർ നമ്മൾ പ്രധാനമായിട്ടും പറയുന്ന പേരെന്താ? സസ്യാഹാരികൾ. അപ്പൊ പശു ഏത് വിഭാഗത്തിൽപ്പെടുന്നതാണ്? സസ്യാഹാരികൾ എന്ന വിഭാഗത്തിൽപ്പെടുന്ന. അപ്പം പശുവിന്റെ അവിടെ നമ്മൾ ചുവപ്പ് കൊടുത്തു. നമുക്ക് ഇതിനെ കളർ അടിക്കാനൊന്നുമില്ല, നമുക്ക് കേറ്റത്തിന്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് എന്താ വരിക? ഉദാഹരണങ്ങളിൽ ഒന്നെങ്കിൽ സസ്യാഹാരികളുടെ ഉദാഹരണങ്ങളിൽ പെടുന്നവ ഏതാ, അല്ലെങ്കിൽ പെടാത്തവ ഏതാ, അല്ലെങ്കിൽ മിശ്രാഹാരികളിൽ പെടുന്നവ, അപ്പൊ തെറ്റായ ജോഡി ഏതാ, അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ഇവിടെ ജസ്റ്റ് ഈ ഒരു പാഠത്തിലെ ഒരു പ്രവർത്തനാധിഷ്ഠിതമായി പോകുന്നത് കൊണ്ട് മാത്രം ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നുള്ളതേ ഉള്ളൂ. ഇനിയിപ്പം കോഴി എടുത്താലോ? കോഴി സസ്യാഹാരവും കഴിക്കുന്നുണ്ട്, പിന്നെ മാംസാഹാരം കഴിക്കുന്നുണ്ട്. അപ്പൊ എന്താ വരുന്നത്? മിശ്രാഹാരികൾ എന്ന അവർ ഗണത്തിൽപ്പെടുന്നുണ്ട്. ഇപ്പം പച്ച കളറില്ലാത്തതുകൊണ്ട് ഞാനത് കറുപ്പ് വെച്ചടിക്കണേ. അപ്പൊ കോഴി മിശ്രാഹാരികൾ എന്നുള്ള വിഭക്തിപ്പെടും. പിന്നെ നമ്മുടെ പല്ലിയാണെങ്കിലോ കുഞ്ഞു കുഞ്ഞു പ്രാണികളെയും ഒക്കെയാ പല്ലി കഴിക്കുന്നത്. അപ്പൊ പല്ലി ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? മാംസാഹാരികൾ, അതായത് യെല്ലോ കളർ. ഇപ്പൊ ഞാൻ യെല്ലോ ഇല്ലാത്തതുകൊണ്ട് ബ്ലൂ കൊടുത്തു. അപ്പൊ നോക്കിക്കേ, കുറെ ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്. അപ്പൊ അവയെ മാംസാഹാരികളെന്നും മിശ്രാഹാരികളെന്നും സസ്യാഹാരികളിൽ നിന്നും തരംതിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അതിന്റെ ഉദാഹരണങ്ങള് നമ്മളോട് കൂടുതൽ ജീവികളുടെ പേരുകളൊക്കെ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ സസ്യാഹാരികൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, പശു വരും. പിന്നെ ഏതൊക്കെയാ സസ്യാഹാരികളുടെ ഒരു ഗണത്തിൽ വരുന്ന? ആടുണ്ട്, പിന്നെ കുതിര വരും, പിന്നെ ആരാ വരുന്നത്? മുയല് വരും. മുയൽ കഴിക്കുന്ന നമ്മുടെ കുഞ്ഞു കുഞ്ഞു പുല്ല് കഴിക്കും, ക്യാരറ്റ്, അതൊക്കെ അല്ലേ മുയൽ കഴിക്കുന്നത്. അപ്പൊ മുയൽ സസ്യാഹാരികളുടെ അകത്ത് പെടും. പിന്നെ ജിറാഫ്, മാന്, ഇതെല്ലാം ഇതിൻ്റെ അകത്ത് വരുന്നത്. നിങ്ങൾക്കറിയാം, കൂടുതൽ ഉദാഹരണങ്ങൾ നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയാം. സസ്യാഹാരികളുടെ അകത്ത് പെടുന്ന കുറെ ഉദാഹരണങ്ങളുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുള്ളൂ. നിങ്ങൾ എഴുതി പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഉദാഹരണങ്ങളും കൂടെ നോട്ട് ചെയ്ത് തന്നെ പോകണം കേട്ടോ. അപ്പൊ സസ്യാഹാരികളുടെ അകത്ത് പെടുന്നതാണ് ആട്, പശു, കുതിര, മാന്, മുയല്, ജിറാഫ് ഒക്കെ സസ്യാഹാരികളുടെ അകത്ത് പെടുന്നതാണ്. ഇനിയിപ്പോ മാംസാഹാരികളാണെങ്കിലോ സിംഹമുണ്ട്, പുലിയുണ്ട്, കുറുക്കനുണ്ട്, കടുവയുണ്ട്. ഇതെല്ലാം ഇതിൻ്റെ അകത്ത് പെടും. അതായത് മാംസാഹാരികൾ, മാംസം മാത്രം ആഹാരമാക്കുന്ന ആ ഒരു വിഭാഗത്തിൽ പെടുന്നതാണ് ഈ സിംഹവും പുലിയും കുറുക്കനും കടുവയെല്ലാം. ഇനിയിപ്പോ മിശ്രാഹാരികളാണെങ്കിലോ, അതായത് സസ്യഭാഗങ്ങളും അവർ കഴിക്കും, പിന്നെയോ മാംസവും കഴിക്കും.
അത് ഏത് വിഭാഗത്തിൽ പെടുന്നു? മിശ്രാഹാരികൾ. ഇവിടെ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്, കാക്ക. പിന്നെ കഴിക്കുന്ന ആരാ? കോഴി ഒരു മിശ്രാഹാരിയാണ്. പിന്നെ താറാവ്, ഇനി ഉറുമ്പ്, പന്നി, ഇവയെല്ലാം മിശ്രാഹാരികളുടെ ഗണത്തിൽ പെടുന്നതാണ്. അപ്പൊ നമ്മൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് എന്താണ് സസ്യാഹാരികൾ, എന്താണ് മിശ്രാഹാരികൾ, എന്താണ് മാംസാഹാരികൾ. അതിന്റെ സവിശേഷത എന്താണെന്ന് നമ്മൾ പഠിച്ചു വെക്കുക. പിന്നെ അതിന്റെ ഉദാഹരണങ്ങൾ നമ്മൾ ഓർത്തു വെക്കുക. കാരണം ചിലപ്പം ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ക്വസ്റ്റ്യൻ തന്നിട്ട് ഇതിൽ തെറ്റായത് ഏത് അല്ലെങ്കിൽ ശരിയായത് ഏത് എന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു കൺഫ്യൂഷൻ പോലെ വരരുത്. അപ്പൊ അത് മിശ്രാഹാരികൾ എന്താണ്, മാംസാഹാരികൾ എന്താണ്, അപ്പൊ അതിന്റെ ഉദാഹരണങ്ങൾ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് പോകണം. നമ്മൾ ജീവികളുടെ ആഹാര രീതിയും അതിന്റെ ശാരീരിക സവിശേഷതകളൊക്കെ പഠിച്ചു. ഇവ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് നമ്മൾ ഇനി അടുത്ത നോക്കാൻ പോകുന്നത്. ഇത് കണ്ടോ, നമ്മുടെ കുറച്ച് 4 ജീവികളുടെ ഫോട്ടോസ് വന്നിട്ടുണ്ട്. താറാവ്, പിന്നെ നമ്മുടെ പരുന്ത്, പിന്നെ നമ്മുടെ തവള, സിംഹം. താറാവ് എങ്ങനെയാണ് ഇരയെ പിടിക്കുന്നത്? അതിന്റെ ശരീരത്തിന്റെ ഏത് സവിശേഷത അല്ലെങ്കിൽ ഏത് ശരീരഭാഗം കൊണ്ടാണ്? നമ്മുടെ ചുണ്ട് ഉപയോഗിച്ച. അപ്പൊ ഈ താറാവിന്റെ ചുണ്ടിന്റെ പ്രത്യേകത എന്താ? അതൊരു പരന്ന ചുണ്ടുകളാണ്. ഇനിയിപ്പം നമ്മുടെ പരന്ത കഴുകൻ അവരൊക്കെ ആണെങ്കിലോ, അവരുടെ ആ കൂർത്ത നഖങ്ങൾ കൊണ്ട് ഇങ്ങനെ അവര് റാഞ്ചെന്ന് കണ്ടിട്ടുണ്ടോ? ആ കാലിങ്ങനെ കൊണ്ടുപോയി കൊണ്ടുപോകുന്നത്. അപ്പൊ അവരുടെ കൂർത്ത നഖങ്ങളുണ്ട്. പിന്നെ കൊത്തിയെടുക്കാൻ അവരുടെ ചുണ്ടുകളുണ്ട്, കൂർത്ത ചുണ്ടുകളുണ്ട്. ഇപ്പൊ തവളയ്ക്കാണെങ്കിൽ കണ്ടോ, അവൻ നാക്ക് നീട്ടി അങ്ങ് ഇരയെ പിടിക്കും. അപ്പൊ ആ നാക്കിന്റെ അറ്റത്ത് ഒരു ചെറിയ പശിമയുണ്ട്. അതായത് പശ പോലെയാണ് അതിന്റെ നാക്ക്. അത് ആ പ്രാണികളെ അത് അവിടെ ഒട്ടിപ്പിടിക്കും. അങ്ങനെയാണ് അത് പ്രാണികളെ പിടിക്കുന്നത്. അതുപോലെ നമ്മുടെ സിംഹത്തിന്റെ ആണെങ്കിലും അവന് മൂർച്ചയേറിയ പല്ലുകളും ഉണ്ട്, അതുപോലെ തന്നെ കയ്യിൽ നഖങ്ങളും ഉണ്ട്. ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ സിംഹം ഇരയെ പിടിക്കുന്നത്. അപ്പൊ ഇതിന്റെ ശരീരത്തിന്റെ സവിശേഷതകൾ അതിനനുസരിച്ചാണ് അതിന്റെ ആഹാര രീതി. അതായത് ആഹാര രീതിയും ശാരീരിക സവിശേഷതകളും തമ്മിൽ ബന്ധമുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. നോക്കിക്കേ, മാംസാഹാരികൾ കൂർത്ത നഖങ്ങൾ ഇരയെ കീഴ്പ്പെടുത്താൻ പ്രയോജനപ്പെടുത്തുന്നു. കൂർത്ത് മൂർച്ചയേറിയ പല്ലുകൾ ഉപയോഗിച്ച് ഇരയെ കടിച്ചു കീറുന്നു. അതായത് മാംസാഹാരികൾ എങ്ങനെയാ? അവരുടെ ഈ പിക്ചറും കൊടുത്തിട്ടുണ്ട് കണ്ടോ, നഖങ്ങളും ഉണ്ട്, അവരുടെ കൂർത്ത പല്ലുകളും ഉണ്ട്. അപ്പൊ മാംസാഹാരികള് കൂർത്ത നഖങ്ങൾ ഇരയെ കീഴ്പ്പെടുത്താൻ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. കൂർത്ത മൂർച്ചയേറിയ പല്ലുകൾ ഉപയോഗിച്ച് ഇരയെ കടിച്ചു കീറുന്നു. അപ്പൊ ഇതാണ് മാംസാഹാരികളുടെ ശാരീരിക സവിശേഷതകൾ, അവരുടെ ആഹാര രീതി അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഇരയെ പിടിക്കുന്നത് എന്നുള്ളതിന്റെ പ്രത്യേകതകളാണ് നമ്മൾ പറഞ്ഞത്. ഇനി മാംസാഹാരികളായ പക്ഷികളോ, അവർക്ക് തങ്ങളുടെ ബലമുള്ളതും കൂർത്തതുമായ ചുണ്ടുകൾ കൊണ്ട് ഇരയെ കൊത്തിയെടുത്ത് ആഹാരമാക്കാൻ കഴിയും. അതായത് അവരുടെ മൂർച്ചയേറിയ ചുണ്ടുകൾ കൊണ്ട് അവർക്ക് ഇരയെ കൊത്തിയെടുത്ത് ആഹാരമാക്കാൻ കഴിയും പക്ഷികൾക്ക്. പിന്നെ ബലമേറിയ കാലുകളും കൂർത്തു വളഞ്ഞ നഖങ്ങളും ഇവയെ ആഹാര സമ്പാദനത്തിന് സഹായിക്കുന്നു. മാംസാഹാരികളായ പക്ഷികൾക്ക് എന്താ? കൂർത്തു വളഞ്ഞ ചുണ്ടുകൊണ്ട്, അതുപോലെ തന്നെ ബലമുള്ള കൂർത്തു വളഞ്ഞ നഖങ്ങളും അവയ്ക്കുണ്ട്. അപ്പൊ ഇതിലൂടെയാണ് അവയ്ക്ക് ആവശ്യമായ ആഹാരം അല്ലെങ്കിൽ അവയ്ക്ക് ആവശ്യമായ ഇരയെ പിടിക്കുന്നത്. ഈ ശരീരത്തിന്റെ സവിശേഷതകളും പ്രത്യേകതകളും അനുസരിച്ചാണ്. അപ്പൊ നമ്മൾ മാംസാഹാരികളുടെ പറഞ്ഞു. ഇനിയിപ്പോ സസ്യാഹാരികൾ നോക്കിയേ. സസ്യാഹാരികളുടേത് പ്രത്യേകതകൾ, അവരുടെ ശാരീരിക സവിശേഷതകൾ എന്ന് പറയുമ്പോൾ സസ്യഭാഗങ്ങളെ ചവച്ചരയ്ക്കുന്നതിന് അനുയോജ്യമായ ഘടനയാണ് സസ്യാഹാരികളായ ജീവികളുടെ പല്ലുകൾക്കുള്ളത്. അവിടെ ഒരു പശുവിന്റെ നമ്മൾ ആ പല്ല് നോക്കുമ്പോൾ നമുക്കറിയാം ഏകദേശം ഈ കൂർത്ത സിംഹത്തിന്റെ പോലെയുള്ള പല്ലുകൾ ഒന്നുമല്ല. സാധാരണ ഈ സസ്യഭാഗങ്ങൾ ചവച്ചരയ്ക്കാൻ കഴിയുന്ന രീതിയിലുള്ള പല്ലിന്റെ ഘടനയാണുള്ളത്. അപ്പൊ നമ്മള് മാംസാഹാരികളുടെയും സസ്യാഹാരികളുടെയൊക്കെ ശരീരത്തിന്റെ സവിശേഷതകൾ അത് നമ്മൾ ഓർത്തിരിക്കണം. അതായത് കൂർത്ത ചുണ്ടുകൾ ഉള്ളവയുണ്ട്, കൂർത്ത പല്ലുകൾ ഉള്ളതുണ്ട്, നഖങ്ങൾ ഉള്ളതുണ്ട്. അതുപോലെ തന്നെ സസ്യഭാഗങ്ങളെ ചവച്ചരയ്ക്കാൻ പാകത്തിനുള്ള സാധാരണ രീതിയിലുള്ള പല്ലിന്റെ ഘടനയുള്ളതുണ്ട്. അപ്പൊ ഓരോ ജീവികളും, അതിപ്പം മിശ്രാഹാരികളായിക്കോട്ടെ, സസ്യാഹാരികളായിക്കോട്ടെ, മാംസാഹാരികളായിക്കോട്ടെ, അവരുടെ ഓരോരുത്തരുടെയും ശരീരത്തിന്റെ സവിശേഷതകൾ അതെല്ലാം വ്യത്യസ്തമാണ്. ഓരോരുത്തർക്കും വ്യത്യസ്ത രീതിയിലുള്ള സവിശേഷതകൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പം പറഞ്ഞു പോകുന്നത്. ഇനി നമ്മൾ പഠിച്ചു കുറേ ജീവികളുണ്ട്, അവയെല്ലാം നമ്മൾ ഈ ലോകത്തിൽ വസിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഈ ഒരു ഹെഡിങ് ഉണ്ട്, പല രൂപം ഒരു ജീവിതം. അതായത് നമുക്ക് എല്ലാവർക്കും ഒരു ഒറ്റ ജീവിതമുള്ളൂ. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ആ ഒരു ഫോട്ടോ കണ്ടോ നിങ്ങൾ? ആ ഇലയുടെ അടിയിൽ കുറെ കുഞ്ഞു കുഞ്ഞു മുത്ത് പോലെ കിടക്കുന്നത്, അതെന്താണെന്നാണ് ഇവിടെ പറഞ്ഞിരുന്നത്. അതായത്
മിത്ര മുറ്റത്ത് കളിക്കുകയായിരുന്നു. ചെടിയിൽ കുറെ ഇളം മഞ്ഞ മുത്തുകൾ. മിത്ര അമ്മയെ വിളിച്ചു. അമ്മ ഇലകൾ നോക്കി. നോക്കി മിത്ര മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇലയുടെ പുറകിൽ കുഞ്ഞു കുഞ്ഞു മുത്തുകൾ, ഇളം മഞ്ഞ മുത്തുകൾ കിടപ്പുണ്ടായിരുന്നു. അപ്പൊ അവൾക്കൊരു ഡൗട്ട് തോന്നി, ഇത് എന്താണ് സംഭവം, എന്താന്ന് മനസ്സിലായില്ലാത്തോണ്ട് അവള് അമ്മയെ വിളിച്ചു. അപ്പൊ അമ്മ അവൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാണ്. ഓക്കെ, ഇത് ചിത്രശലഭത്തിന്റെ മുട്ടയാ മോളെ. അപ്പൊ അമ്മ പറഞ്ഞു ഇത് ചിത്രശലഭത്തിന്റെ മുട്ടയാണ്. അപ്പൊ അവൾക്ക് ഡൗട്ട് തോന്നി, ഇനിയിപ്പം ഓക്കെ അമ്മ പറഞ്ഞു ചിത്രശലഭത്തിന്റെ മുട്ടയാണ്, അപ്പൊ മുട്ട വിരിഞ്ഞായിരിക്കും ചിത്രശലഭം ഉണ്ടാകുന്നതെന്ന്. അപ്പൊ അവൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അവള് കാത്തിരുന്നു. പൂമ്പാറ്റ, എല്ലാവർക്കും പൂമ്പാറ്റനെ കാണാൻ ഇഷ്ടമാണല്ലോ, നല്ല കളർഫുൾ ആണല്ലോ. അപ്പം പൂമ്പാറ്റ പുറത്തിറങ്ങുന്ന കാത്ത് അവള് വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷേ ആ മുട്ടകൾ പൊട്ടി വന്നത് എന്തായിരുന്നു? പുഴുക്കളായിരുന്നു. അപ്പൊ പുഴുക്കളെ കണ്ടപ്പോ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അവളോട് അമ്മ എന്താ പറഞ്ഞേ? പൂമ്പാറ്റ ഉണ്ടാവും എന്നാ പറഞ്ഞേ. പക്ഷെ മുട്ട പൊട്ടി ആരാ പുറത്തു വന്നേ? പുഴുക്കളായി പോയി. അപ്പൊ അവൾ എന്താ പറഞ്ഞേ? ഈ മുട്ടകള് പൂമ്പാറ്റയുടേതല്ല അമ്മേ. അവൾ അമ്മയോട് പറയാണ്, അമ്മ പറഞ്ഞു പൂമ്പാറ്റയുടെയാണ്, പക്ഷെ പുഴുക്കളാ പുറത്തു വന്നത്. അതുകൊണ്ട് അമ്മ പറയാണ് അല്ല, അമ്മയോട് അവള് പറയാണ് ഈ മുട്ടകള് പൂമ്പാറ്റയുടേതല്ല അമ്മേ. അപ്പൊ അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മോളെ ഈ പുഴുക്കളാണ് പൂമ്പാറ്റകളായി മാറുന്നത്. ഇവയെ ലാർവ എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾ ആ പേരൊന്ന് നോട്ട് ചെയ്യണേ. അതായത് ഈ പുഴുക്കളാണ്, നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുള്ളതാണ്, പുഴുക്കളാണ് പൂമ്പാറ്റകളായി മാറുന്നത്. ഇവയെ ലാർവ, ആ പുഴുക്കളായിരിക്കുന്ന ആ ഒരു അവസ്ഥ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാർവ. അപ്പൊ നമ്മൾ ആദ്യം മുട്ടയുണ്ടായി പുഴുക്കൾ പുറത്തു വരുന്ന ആ ഒരു അവസ്ഥയെ നമ്മൾ വിളിക്കുന്നതാണ് ലാർവ. അപ്പൊ അവൾക്കൊരു കൗതുകമായി, ഇത് പൂമ്പാറ്റ ആയില്ല. അമ്മ പറഞ്ഞു ഈ പുഴുക്കളാണ് ഇനി മാറി പൂമ്പാറ്റ ആകുന്നത്. അവള് പിന്നെയും വെയിറ്റ് ചെയ്തിരുന്നു, ഇതെങ്ങനെ പൂമ്പാറ്റയായി മാറുമെന്ന് വെയിറ്റ് ചെയ്തിരുന്നു. അവസാനം നമ്മുടെ മിത്രയുടെ വീട്ടിലെ പൂമ്പാറ്റയായി. നിങ്ങൾ ഈ പടം കണ്ടോ? ആദ്യം അവൾ ആ ഇലയുടെ അടിയിൽ ഒരു മുട്ട കണ്ടു, പിന്നെ നോക്കിയപ്പോ ആണ്ട് ഒരു പൂമ്പാറ്റയായി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ അത് പിന്നെ ഒരു കൂടൊക്കെ കൂട്ടിയ പോലെ, ഒരു പഞ്ഞിയുടെ കൂടൊക്കെ പോലെയായി. പിന്നെ അവസാനം ലാസ്റ്റ് മനോഹരമായിട്ടൊരു പൂമ്പാറ്റയായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഘട്ടം, അതായത് ചിത്രശലഭത്തിന്റെ വളർച്ചയുടെ ഈ ഘട്ടങ്ങൾ നമ്മൾ ഉറപ്പായിട്ടും പഠിക്കണം. കാരണം ഞാൻ ഇന്നലെ നിങ്ങൾ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, നമ്മുടെ 3ാം ക്ലാസ്സുകാർക്കുള്ള നാസിന്റെ എക്സാം, അവർക്ക് ഇത് വന്നത് ഫ്ലോ ചാർട്ട് ആയിട്ട് തന്നിട്ട് അത് ഓർഡർ തെറ്റിച്ചാ കൊടുത്തത്. ആ ഓർഡർ ശരിയായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ച ക്വസ്റ്റ്യൻ. ചിത്രശലഭത്തിന്റെ വളർച്ചയുടെ ഘട്ടങ്ങള് ശരിയായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ച ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മളത് കൃത്യമായിട്ട് ഓർത്തിരുന്നാല് നമുക്കത് മനസ്സിലാവും. അപ്പൊ ആദ്യത്തെ ഒരു ഘട്ടം എന്താണ്? ആദ്യം മുട്ട. ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ചിത്രശലഭത്തിന്റെ മുട്ട. എന്നിട്ട് നമ്മൾ പറഞ്ഞ ആ മുട്ട പൊട്ടി എന്താ ഉണ്ടാകുന്നത്? മുട്ടയൊരു കുറച്ചൊരു 6 ദിവസത്തിന് ശേഷം മുട്ട വിരിയുന്നുണ്ട്. മുട്ട വിരിഞ്ഞ ആരെ പുറത്തു വരുന്നേ? നമ്മുടെ പുഴുക്കള്. ആ പുഴുക്കളായിരിക്കുന്ന അവസ്ഥ, ആ പുറത്തു വരുന്ന പുഴുക്കളെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ലാർവ. ആ പുഴുക്കളായിരിക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ ആ പുറത്തു വരുന്ന പുഴുക്കളെ നമ്മൾ പറയുന്ന പേരാണ് ലാർവ. ആ ലാർവ, അതായത് ആ ലാർവയായിട്ടിരിക്കുന്ന പുഴുക്കള് ആ ഇലകളൊക്കെ കഴിച്ച് കുറച്ചു നാളത്തേക്ക് അങ്ങനെ ഇലകളൊക്കെ കഴിച്ച് അവരിരുന്ന് കുറച്ചു നാൾ കഴിയുമ്പോൾ ആ പുഴു ഒരു അത്യാവശ്യം ഒരു ഇച്ചിരി വലുതായി കഴിയുമ്പോൾ അതെന്തായി മാറും? ഒരു പഞ്ഞിക്കൂട് പോലെ, അതായത് സ്വയം അവർ തന്നെ നിർമ്മിച്ച്, പുറന്തോട് കൊണ്ട് അവർ നിർമ്മിച്ച ഒരു പഞ്ഞിക്കൂട് പോലെ എന്തായി മാറും? പ്യൂപ്പയായി മാറും. അപ്പൊ ആദ്യം മുട്ടയായിരുന്നു, പിന്നെ അത് മുട്ട പൊട്ടി പുഴുക്കൾ പുറത്തു വന്നത് ലാർവ എന്നറിയപ്പെടുന്നു. പിന്നെ ലാർവ എന്തായി മാറി? കുറച്ചു ദിവസം കഴിഞ്ഞ് പ്യൂപ്പയായി മാറി. ഇനി പ്യൂപ്പ ഒരു 2 ആഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേനും എന്തായി മാറുന്നുണ്ട്? അവസാനം ശലഭമായി മാറുന്നു. അപ്പൊ നമ്മുടെ ചിത്രശലഭത്തിന്റെ വളർച്ചയുടെ ഘട്ടങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാ? മുട്ട, ലാർവ, പ്യൂപ്പ, ശലഭം. നമ്മൾ ഈ ഡോറ ബുജി ഇത് കാണുമല്ലോ നമ്മുടെ കൊച്ചു ടിവിക്കകത്ത്. അപ്പൊ അതിൻ്റെ അകത്ത് ഈ ഡോറ ഇങ്ങനെ സ്ഥലം കണ്ടുപിടിക്കാൻ പോകില്ലേ, അതായത് പാലം, തോട്, കൊട്ടാരം, അങ്ങനെ പോകില്ലേ. അപ്പൊ അതുപോലെ ഇത് പഠിച്ചാൽ മതി. അത് മുട്ട, ലാർവ, പ്യൂപ്പ, ശലഭം. ആ ഒരു ഓർഡറിലാണ് നമ്മുടെ ചിത്രശലഭത്തിന്റെ വളർച്ചയുടെ ഘട്ടങ്ങൾ. അത് മാറിപ്പോരുത്. കാരണം ഈ നാസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 ഓപ്ഷൻസ് ഏകദേശം സെയിം ആയിരുന്നു. ആദ്യത്തെ മുട്ടയും ലാർവയും സെയിം ആയിരുന്നു. പിന്നെ പ്യൂപ്പയും ശലഭവും അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഓർഡർ ജസ്റ്റ് ഒന്ന് മാറിക്കൊടുത്തുള്ളൂ. അപ്പൊ നമുക്കും ഒരു കൺഫ്യൂഷൻ വരരുത്. അപ്പൊ ആദ്യം മുട്ട പൊട്ടി ആ പുഴുക്കൾ ഉണ്ടായി. അപ്പൊ അതിന് നമ്മൾ പറയുന്ന പേരെന്താ? ലാർവ. ലാർവ പിന്നീട് ഒരു പഞ്ഞിക്കൂടൊക്കെ പോലെ അവർ തന്നെ സ്വയം നിർമ്മിച്ചൊരു പഞ്ഞിക്കൂട് ഇങ്ങനെ തൂങ്ങിയിട്ടിരിക്കുന്ന പോലെ എന്തായി? പ്യൂപ്പയായി. പ്യൂപ്പ ഒരു 2 ആഴ്ച കഴിഞ്ഞ് മനോഹരമായിട്ടുള്ള ശലഭമായി പുറത്തേക്ക് വന്നു. അപ്പൊ ഈ ചിത്രശലഭത്തിന്റെ വളർച്ചയുടെ ഘട്ടങ്ങള് നമ്മൾ നോട്ട് ചെയ്യണം, അത് നമ്മൾ പഠിക്കണം. പിന്നെ നമുക്ക് ഇത് വേണ്ട, പൂമ്പാറ്റനെ വരയ്ക്കാൻ നിറം നൽകാന്നൊക്കെ ഉള്ളതാണ്, അത് നമുക്ക് വേണ്ട കാര്യമില്ല. അടുത്ത് വരുന്ന നമ്മുടെ ചുറ്റുപാട് നമ്മൾ
കാണാറുള്ളതാണ് പൂമ്പാറ്റകൾ. ഇപ്പൊ ഇച്ചിരി കുറവാണെങ്കിലും നല്ല പൂക്കളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ പൂമ്പാറ്റകൾ വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ കണ്ടിട്ടുള്ള പൂമ്പാറ്റകളൊക്കെയാണ്. നമുക്ക് ചിലതിന്റെ പേര് നമ്മൾ കേട്ടുപരിചയമുണ്ട്. ചിലത് നമ്മൾ ജസ്റ്റ് നല്ല വെള്ള കളറിലുള്ള പൂമ്പാറ്റ, നല്ല മഞ്ഞ കളറിലുള്ള പൂമ്പാറ്റ, അത് കണ്ടോ നല്ല രസമുണ്ട് കാണാനൊക്കെ നമ്മൾ ആണേലും പറയാറുണ്ട് പൂമ്പാറ്റകളെ കാണുമ്പോൾ. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കുറച്ച് പൂമ്പാറ്റകളുടെ പേര് നമ്മൾ പഠിച്ചു വെക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ സ്കൂളില് അവരൊരു പൂന്തോട്ടം നിർമ്മിക്കുകയാണ്. അപ്പൊ അതിനിടയ്ക്ക് നോക്കിയേ, ആ കുട്ടികള് പൂമ്പാറ്റകൾക്ക് പേര് ഇടാം എന്നാണ് പറയുന്നത്. പക്ഷെ അവിടെ പേര് ഓൾറെഡി ഉണ്ട്. നോക്കി, ഒരു പൂമ്പാറ്റയുടെ പേര്, നിങ്ങൾ ഈ പൂമ്പാറ്റകളുടെ പേരൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോണേ. വിലാസിനി, ഈ ഒരു പൂമ്പാറ്റ വിലാസിനി. ഈ മഞ്ഞ കളറിലുള്ള ആ ഒരു പൂമ്പാറ്റയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് മഞ്ഞ പാപ്പാത്തി. അപ്പൊ വിലാസിനി ഉണ്ട്, മഞ്ഞ പാപ്പാത്തിയുണ്ട്. ഈ രണ്ട് ചിത്രശലഭങ്ങളാണ് ഇവർ ഈ നമ്മുടെ കുട്ടികളെ സ്കൂളില് ആ ഒരു പൂമ്പാറ്റകൾക്ക് വേണ്ടി ആ ഒരു ഗാർഡൻ നിർമ്മിച്ചപ്പോ അവര് കണ്ട പൂമ്പാറ്റകളുടെ, രണ്ട് പൂമ്പാറ്റകളുടെ പേരാണ് വിലാസിനിയും മഞ്ഞ പാപ്പാത്തി. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന അടുത്താണ്. ഇത് ഉറപ്പായിട്ട് നോട്ട് ചെയ്യുക, എഴുതിയെടുക്കുക, നിങ്ങൾ പഠിക്കുകയും വേണം. അതായത് കേരളത്തിൽ കാണപ്പെടുന്നവയിൽ ഏറ്റവും വലിയ ചിത്രശലഭം ഏതാണ്? ഗരുഡശലഭം. കേരളത്തിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ ചിത്രശലഭമാണ് ഗരുഡശലഭം. അതിന്റെ ഫോട്ടോയും ഇവിടെ തന്നിട്ടുണ്ട്, ഗരുഡശലഭം. പിന്നെയുള്ളത് ഏറ്റവും ചെറുതെന്ന് പറയുന്ന ഇതാ രത്നനീലി എന്ന് പറയും. ഏറ്റവും ചെറിയ ചിത്രശലഭം രത്നനീലിയാണ്. നമ്മുടെ കേരളത്തിൽ കാണപ്പെടുന്ന വലുത് ഗരുഡശലഭം, ചെറുതെന്ന് പറയുന്ന രത്നനീലിയാണ്. പിന്നെ എപ്പോഴും ഒരു ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, കേരളത്തിന്റെ ഔദ്യോഗിക ശലഭം ബുദ്ധമയൂരി. കേരളത്തിന്റെ ഔദ്യോഗിക ശലഭം എന്ന് പറയുന്നത് ബുദ്ധമയൂരിയാണ്. നമ്മൾ ഈ 6ാം ക്ലാസ്സിലെ സയൻസിന്റെ ടോപ്പിക്കിലെ അല്ലെങ്കിൽ 5ലോട്ട് വരുമ്പം നമ്മൾ ഈ ജീവികളുടെ പാഠത്തിൽ, അതായത് ആ പാഠത്തിൽ നമ്മൾ കുറെ ചിത്രശലഭങ്ങളുടെ പേരുകൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമ്മൾ ഇത് ഓർത്തിരിക്കുക. കേരളത്തിലെ ഏറ്റവും വലിയ ചിത്രശലഭത്തിന്റെ പേരെന്താ? ഗരുഡശലഭം. ചെറുതോ? രത്നനീലി. പിന്നെ കേരളത്തിന്റെ ഔദ്യോഗിക ശലഭം എന്നറിയപ്പെടുന്നത് നമ്മുടെ ബുദ്ധമയൂരിയാണ്. അപ്പൊ ഈ 3 പേരുകളും മാറിപ്പോകാതെ പഠിക്കുക. ഇപ്പം വലുതെന്ന് പറയുമ്പം ഗരുഡശലഭം, പിന്നെ ചെറുത് രത്നനീലി, ഔദ്യോഗിക ശലഭം എന്ന് പറയുന്നത് ബുദ്ധമയൂരി. ആ 3 പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ ഓർത്തിരിക്കുക. പിന്നെ ഇവിടെ താഴെ കുറെ പൂമ്പാറ്റകൾ നമ്മൾ കണ്ടിട്ടുള്ള, നമ്മൾ ചുറ്റുപാട് കണ്ടിട്ടുള്ള, പക്ഷെ നമ്മൾ അങ്ങനെ പേരെങ്ങനെ നോക്കുന്നില്ലല്ലോ. ആന്റെ പൂമ്പാറ്റ എന്നല്ലേ നമ്മൾ പറയുന്നുള്ളൂ. അപ്പൊ ഇതെല്ലാം നമ്മുടെ ചുറ്റുപാടും ഉള്ളതാണ്. നോക്കിക്കേ, തീച്ചിറകൻ, ഏകദേശം നല്ല മഞ്ഞ കളറിലൊക്കെ ഇരിക്കുന്നതുകൊണ്ട് അതിന്റെ പേരാണ് തീച്ചിറകൻ. പിന്നെ നാട്ടുകോമാളി, നീലക്കടുവ, ചക്കരശലഭം, പുള്ളിക്കുറുമ്പൻ, നാരകക്കാളി. ഇങ്ങനെ ഒരു കുറച്ച് ചിത്രശലഭത്തിന്റെ പേരുകൾ ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ തന്നിട്ടുള്ളൂ. പക്ഷെ ഒരുപാടുണ്ട്, ഒരുപാട് ചിത്രശലഭങ്ങളുണ്ട്, വെറൈറ്റി ആയിട്ടുള്ള കുറെ ചിത്രശലഭങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത്രേ തന്നിട്ടുള്ളൂ. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ വരുമ്പം ഇപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ചിത്രശലഭം എന്ന് പറഞ്ഞ് ഗരുഡശലഭം എന്നുള്ള ആ ഒരു ഇത് മാത്രമല്ലല്ലോ നമ്മുടെ ഓപ്ഷനിലുള്ളത്. അപ്പൊ ഈ കാണുന്ന കോമൺ ആയിട്ടുള്ള പേരുകളും ആ ഓപ്ഷനിൽ കാണും. നമ്മൾ പഠിച്ചത് ഏതാണോ, എന്താണോ കൃത്യമായിട്ടുള്ള ഉത്തരം, ഇപ്പൊ ഏറ്റവും വലിയ ചിത്രശലഭം ഏതാ? ഗരുഡശലഭം. അത് തന്നെ കൃത്യമായിട്ട് ഓപ്ഷനിൽ പോയി കറപ്പിക്കാൻ നോക്കുക. അപ്പൊ നമ്മളത് ഓർത്തിരിക്കണം. വലിയ ചിത്രശലഭത്തിന്റെ പേരും കുഞ്ഞിന്റെ പേരും പിന്നെ ഔദ്യോഗിക ശലഭത്തിന്റെ പേരും. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ഇത് ചാപ്റ്റർ കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ നിങ്ങൾക്ക് എളുപ്പമാവും. ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട് പൂമ്പാറ്റകൾ. എന്തിനാ പൂമ്പാറ്റകൾ സസ്യത്തെ ആശ്രയിക്കുന്നത്? ഒന്ന്, മുട്ടയിടാൻ വേണ്ടി. നമ്മൾ പറഞ്ഞു ഇലകളുടെ പുറകിലാണത് മുട്ടയിടുന്നത്. മുട്ടയിടാൻ വേണ്ടി. പിന്നെ പൂമ്പാറ്റകള് തേന് കുടിക്കുന്ന പൂക്കളിൽ നിന്നല്ലേ, ആഹാരത്തിനും വേണ്ടി. അപ്പൊ പൂമ്പാറ്റകള് 2 തരത്തിലെ സസ്യങ്ങളെ ആശ്രയിക്കുന്നു, മുട്ടയിടാനും ആഹാരത്തിനും. ഈ നാരകക്കാളി എന്ന് പറയുന്നത് നമ്മൾ ഈ ഇവിടെ കണ്ടില്ലേ, ഈ കറുത്ത പൂമ്പാറ്റ, കറുത്തയിൽ ഈ വെള്ള ഡോട്ടുള്ള ഒരു പൂമ്പാറ്റയില്ലേ, ഈ നാരകക്കാളി ശലഭം സാധാരണയായി മുട്ടയിടുന്നത് നാരകം, പാണൽ എന്നീ സസ്യങ്ങളിലാണ്. നാരകക്കാണി മുട്ടയിടുന്നത് എവിടെയാണ്? നാരകം, പാണൽ എന്നീ സസ്യങ്ങളിലാണ് നമ്മുടെ നാരകക്കാണി മുട്ടയിടുന്നത്. നാരകക്കാളി ശലഭം മുട്ടയിടുന്നത് നാരകം, പാണൽ എന്നീ സസ്യങ്ങളിലാണ്. ഇവയുടെ പുഴുക്കൾ ഭക്ഷണമാക്കുന്നത് ഈ ചെടികളുടെ ഇലകളാണ്. നമ്മൾ പറഞ്ഞായിരുന്നു മുട്ട എന്താ ഉണ്ടാകുന്നത്? പുഴുക്കള്. അത് നമ്മൾ പറയുന്നത് ലാർവ. അപ്പൊ ആ പുഴുക്കൾ എവിടെയാണ് ഈ മുട്ടയിട്ടിരിക്കുന്നത്? ആ സസ്യത്തിലെ ഇലകളാണ് ഭക്ഷണമായിട്ട് എടുക്കുന്നത്. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇവയുടെ പുഴുക്കൾ ഭക്ഷണമാക്കുന്നത് ഈ ചെടികളുടെ തന്നെ ഇലകളാണ്. ഇവ പൂമ്പാറ്റയായി കഴിഞ്ഞാൽ തേൻ കുടിക്കുന്നത്
ചെമ്പരത്തി, മന്ദാര, മുസാന്ത തുടങ്ങിയവയുടെ പൂക്കളിൽ നിന്നാണ്. നാരകക്കാളിയുടെ പ്രത്യേകതയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓരോ ശലഭങ്ങൾ, അതായത് അവരെ പ്രത്യേകം ആകർഷിക്കുന്ന ഓരോ തരത്തിലുള്ള സസ്യങ്ങളുണ്ട്. എല്ലാ പൂമ്പാറ്റകളും എല്ലായിടത്തും പോയി ഇരിക്കാറില്ല. പിന്നെ അവയ്ക്ക് മുട്ടയിടാൻ പറ്റുന്ന കുറേയധികം സസ്യങ്ങളുണ്ട്. നമ്മുടെ കറിവേപ്പ്, നാരകം, കൂവളം, മൾബറി, വാഗ, അങ്ങനെ ചില സസ്യങ്ങളിൽ മാത്രമേ, അതിന്റെ ഇലകളിൽ മാത്രമേ ഈ പൂമ്പാറ്റകൾ മുട്ടയിടുള്ളൂ. അതുപോലെ തന്നെ ഈ ചിത്രശലഭങ്ങളെ ആകർഷിക്കുന്ന പൂക്കളുണ്ട്. ഈ നമ്മുടെ വാടാമുല്ല, സൂര്യകാന്തി, ചെമ്പരത്തി, സീനിയ, അങ്ങനെ കുറെ പൂക്കളുമുണ്ട് നമ്മുടെ പൂമ്പാറ്റകളെ ആകർഷിക്കുന്ന രീതിയിലുള്ള പൂക്കള്. അപ്പൊ നമ്മൾ ഈ നാരകക്കാളിയുടെ പ്രത്യേകത ഇവിടെ പറഞ്ഞു. ഇപ്പൊ നാരകക്കാളി ആണെങ്കിലും മുട്ടയിടുന്ന ഏതൊക്കെ മരത്തിലാണ്, ഏതൊക്കെ സസ്യങ്ങളിലാണ്? നാരകത്തിലും പാണൽ എന്ന് പറയുന്ന ഒരു ചെടി നിങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഈ കാപ്പിക്കുരു പോലെ തന്നെ ഇരിക്കും, കുഞ്ഞു കുഞ്ഞ് ചുമല കളറില് കായ ഉണ്ടാവുന്ന ഒരു ചെടിയാണ് പാണൽ എന്ന് പറയുന്നത്. അപ്പൊ നാരകം, പാണൽ എന്നീ സസ്യങ്ങളിലാണ് ഇത് മുട്ടയിടുന്നത്. അതുപോലെ തന്നെ ഇവ പൂമ്പാറ്റയായി കഴിഞ്ഞാൽ തേൻ കുടിക്കുന്നത് ചെമ്പരത്തി, മന്ദാരം, മുസാന്ത തുടങ്ങിയവയുടെ പൂക്കളിൽ നിന്നാണ്. അപ്പൊ ഇതാണ് പ്രധാനമായിട്ട് നമ്മുടെ ഈ പാഠത്തിൽ, അതായത് 3ാം ക്ലാസ്സിലെ പൂമ്പാറ്റകളെ കുറിച്ചും പറഞ്ഞിരിക്കുന്ന കുറെ കാര്യങ്ങള്. അടുത്ത പറയുന്നത് നമ്മുടെ ഈ ജീവികള്, അതായത് വിദ്യാലയത്തിലെ ജൈവ വൈവിധ്യ ഉദ്യാനത്തില് കൃഷ്ണകിരീടം, കിലുക്കി, കറിവേപ്പ്, നാരകം, അരളി തുടങ്ങി ശലഭങ്ങളെ ആകർഷിക്കുന്ന ചെടികൾ നട്ടുപിടിപ്പിക്കൂ. ഏതെല്ലാം ശലഭങ്ങളാണ് ഉദ്യാനത്തിൽ എത്തുന്നത് നിരീക്ഷിക്കൂ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്കൂളിൽ നമ്മൾ പുറത്ത് ചെയ്യുന്ന, അതായത് പ്രക്രിയാബന്ധിതവും പ്രവർത്തനാധിഷ്ഠിതവും ഒക്കെയാണ് നമ്മുടെ പരിസര പഠന പാഠ്യപദ്ധതി എന്ന് പറയുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സ്കൂളിൽ ചെയ്യാവുന്ന കുറെ ആക്ടിവിറ്റീസ് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇനി എത്രമാത്രം വൈവിധ്യമാർന്ന ജീവികളാണ് നമുക്ക് ചുറ്റുമുള്ളത്. നമ്മൾ ഈ കുറെ ഉദാഹരണങ്ങൾ ഓരോ ജീവികളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പൊ നമുക്ക് മനസ്സിലായി കുറെ വൈവിധ്യമാർന്ന ജീവികൾ നമ്മുടെ ചുറ്റുപാടുമുള്ളത്. അവ എവിടെയെല്ലാം വസിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എവിടെയെല്ലാമാണ്? കാട്, പുഴ, കുളം, പിന്നെ എവിടെയൊക്കെ ഉണ്ട്? വയലിലുണ്ട്, പിന്നെ ഈ കാവുകളിലുണ്ട് ജീവികള്, പിന്നെയോ മരത്തിലുണ്ട്, കുന്നുകളിലുണ്ട്. അങ്ങനെ ഈ നമ്മുടെ ഈ വൈവിധ്യമാർന്ന ജീവികള്, കുളം, കാട്, പുഴ, കാവ്, വയല്, മരം, അവിടെ എല്ലാം നമ്മുടെ ഈ ജീവികള് വസിക്കുന്നുണ്ട്. ഇന്നത്തെ ഒരു സാഹചര്യത്തില്, അതായത് ഇവയെല്ലാം ഇല്ലാതായാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും? നമ്മുടെ ഈ ജീവികളെല്ലാം നമ്മുടെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതായാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും? അത് ഓരോ ജീവികളുടെ എണ്ണം കുറയുന്നുണ്ട്, പിന്നെയോ അവരുടെ വാസസ്ഥലം ഇല്ലാതാകും. കാരണം ഈ കാട്, കുളം, മനുഷ്യരാണ് ഓരോന്നിപ്പോ കാലങ്ങൾ മാറുന്നതനുസരിച്ച് ഓരോ സ്ഥലങ്ങൾ വെട്ടി നശിപ്പിക്കുന്നുണ്ട്, അതിനിടയ്ക്ക് ബിൽഡിങ്ങുകൾ പണിയുന്നുണ്ട്. അങ്ങനെ ഓരോന്ന് സംഭവിക്കും തോറും ഇവയ്ക്കുള്ള വാസസ്ഥലം അത് നഷ്ടപ്പെടുന്നുണ്ട്. ഈ ജീവികളുടെ എല്ലാം എണ്ണം കുറയുന്നുണ്ട്. നമ്മൾ പറയുന്നുണ്ട് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ എന്ന് നമ്മൾ തന്നെ പറയാറുണ്ട്. അപ്പൊ അതിന്റെ എല്ലാം കാരണം ഈ കാവ്, കുളം, വയൽ ഇതെല്ലാം നികത്തുമ്പം ഇതിന്റെ എല്ലാം വാസസ്ഥലങ്ങൾ കുറയുന്നുണ്ട്, ജീവികളുടെ എണ്ണം കുറയുന്നുണ്ട്. അപ്പൊ ഈ ജീവികളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഇവിടെ പറഞ്ഞിട്ടുണ്ട്, മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക. പിന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റും? കീടനാശിനികൾ ഉപയോഗിക്കാതിരിക്കുക, പിന്നെ ജലാശയങ്ങൾ മലിനമാക്കാതിരിക്കുക. നമ്മുടെ മീനുകളെല്ലാം ജലത്തിലാണല്ലോ വസിക്കുന്നത്, അപ്പൊ ജലാശയങ്ങൾ മലിനമാക്കാതിരിക്കുക, പിന്നെ അവരുടെ ജീവികളുടെ വാസസ്ഥലങ്ങൾ സംരക്ഷിക്കുക. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അവരെ ജീവികളെ, ഈ ഭൂമി മനുഷ്യരുടേത് മാത്രമല്ലല്ലോ, നമ്മുടെ ചുറ്റുപാടുമുള്ള ജീവികളുടെ, സസ്യങ്ങളുടെ എല്ലാമാണ്. അപ്പൊ അവയെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ മനുഷ്യന്റെ കടമ കൂടെയാണ്. അപ്പൊ അതൊക്കെയാണ് ഈ പ്രധാനമായിട്ടും ഈ ജന്തുലോകത്ത് എന്നുള്ള ഒരു ചാപ്റ്ററിൽ നമ്മൾ കണ്ട കാര്യങ്ങൾ. അതായത് ഓരോ ജീവികള്, അവയുടെ സഞ്ചാര രീതി, അവയുടെ സവിശേഷതകള്, പിന്നെ ശരീരത്തിന്റെ പ്രത്യേകതകള്, പിന്നെ നമ്മൾ പൂമ്പാറ്റകളെ കുറിച്ച് പഠിച്ചു, ചിത്രശലഭത്തിന്റെ ഘട്ടങ്ങൾ പഠിച്ചു, മുട്ട, ലാർവ, പ്യൂപ്പ, ശലഭം എന്നുള്ള ഘട്ടങ്ങൾ പഠിച്ചു. ഇതെല്ലാമാണ് ഈ ജന്തുലോകത്തേക്ക് എന്നുള്ള ഒരു ചാപ്റ്ററിലെ പ്രധാനമായിട്ടുള്ള ടോപ്പിക്കുകൾ. അപ്പൊ ഞാൻ അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്, നമുക്ക് അതൊന്ന് ചുമ്മാ ചെയ്തു നോക്കാവേ. അത് നിങ്ങൾ ഒന്നെങ്കിൽ നോട്ട് ചെയ്ത് പോവുക, അല്ലെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻ ക്ലാസ് കഴിയുമ്പോൾ ഞാൻ PDF ആയിട്ട് ഗ്രൂപ്പിൽ ഇടുന്നതാണ്. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ഞാൻ ആദ്യം ഇട്ടെന്നുള്ളതേ ഉള്ളൂ. ഭൂമിയിലെ ഏറ്റവും വലിയ ജീവി, നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. ഭൂമിയിലെ ഏറ്റവും വലിയ ജീവി ഏതാ? നീലത്തിമിംഗലം, ആന, ഡോൾഫിൻ, സിംഹം. ഏതായിരുന്നു ഭൂമിയിലെ ഏറ്റവും വലിയ ജീവി? നീലത്തിമിംഗലം. നമ്മുടെ നീലത്തിമിംഗലമായിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ ഈ ഓപ്ഷൻസ് കൂടെ നോക്കണം കേട്ടോ. ഞാനിങ്ങനെ 1, 2, 1, 3 അങ്ങനെ കിട്ടിയിട്ടുണ്ടേ. അപ്പൊ ഇഴയുന്നവ എന്ന വിഭാഗത്തിൽ പെടുന്നില്ലാത്ത ജീവികൾ ഏതൊക്കെ? അതായത് ഇഴയുന്നവ എന്ന വിഭാഗത്തിൽ
പെടുന്നില്ലാത്ത ജീവികൾ ഏതൊക്കെയാന്ന് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷനില് പുഴു, ആന, ഒച്ച്, മീന്. ഇതിൽ പെടുന്നില്ലാത്ത, ഇത് ഇഴയുന്നവ എന്ന വിഭാഗത്തിൽ പെടുന്നില്ലാത്ത ജീവികൾ ഏതൊക്കെയാന്നുള്ളത്. 1, 2 ആണോ, 3, 4 ആണോ? എന്തോ? ഓപ്ഷൻ ഓപ്ഷൻ സി. അതായത് 2ഉം 4ഉം, ആനയും മീനും. പുഴു, ഒച്ചുമാണ് നമ്മുടെ ഇതിന്റെ അകത്ത് ഇഴയുന്നവ എന്ന വിഭാഗത്തിൽ പെടുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പം സസ്യഭാഗങ്ങൾ മാത്രം ആഹാരമാക്കുന്ന ജീവികളിൽ പെടാത്തത് ഏത്? പശുവാണോ, ആടാണോ, തവളയാണോ, മാനാണോ സസ്യഭാഗങ്ങൾ മാത്രം ആഹാരമാക്കുന്ന ജീവികളിൽ പെടാത്തത്? പശു, ആട്, തവള, മാന്. ഏതാ വരിക? തവളയാണ്. അതായത് എന്തോ അല്ല, മാന് സസ്യമാണ് കഴിക്കുന്നത്. നമ്മുടെ തവളയോ പ്രാണികളെയൊക്കെയാ കഴിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, സസ്യഭാഗങ്ങൾ മാത്രം ആഹാരമാക്കുന്ന ജീവികൾ അതില് പെടുന്നില്ലാത്ത ഏതാന്ന് ചോദിച്ചത്. അപ്പൊ പശു, ആടും മാനും സസ്യഭാഗങ്ങളാണ് കഴിക്കുന്നത്. പക്ഷെ തവള അങ്ങനെയല്ല. അപ്പൊ തവളയാണ് ഓപ്ഷനിൽ വരുന്നത്, അല്ല ഉത്തരവായിട്ട് വരുന്നത്. ഇനി അടുത്തത് ശരിയായവ തിരഞ്ഞെടുക്കുക. ഇവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ശരിയായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ വായിക്കാം. സസ്യഭാഗങ്ങൾ മാത്രം ആഹാരമാക്കുന്നവയെ മാംസാഹാരികൾ എന്ന് വിളിക്കുന്നു. ഓപ്ഷൻ ബി, കോഴി മിശ്രാഹാരികൾ എന്ന വിഭാഗത്തിൽ പെടുന്നില്ല. മാംസം മാത്രം ആഹാരമാക്കുന്നവയെ മിശ്രാഹാരികൾ എന്ന് വിളിക്കുന്നു. സസ്യഭാഗങ്ങളും മാംസവും ആഹാരമാക്കുന്നവയെ മിശ്രാഹാരികൾ എന്ന് വിളിക്കുന്നു. ഇതിൽ ശരിയായിട്ടുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ. അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. നമ്മൾ പഠിച്ചായിരുന്നു മിശ്രാഹാരികളിൽ നിന്നുള്ള ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു സസ്യഭാഗങ്ങളും മാംസവും ആഹാരമാക്കുന്നവയാണ് മിശ്രാഹാരികൾ എന്ന് വിളിക്കുന്നത്. ബാക്കി 3 ഓപ്ഷൻസും നോക്കിക്കേ. എ ഓപ്ഷൻ നോക്കിക്കേ, സസ്യഭാഗങ്ങൾ മാത്രം ആഹാരമാക്കുന്നവയെ മാംസാഹാരികൾ എന്ന് വിളിക്കുന്നു. അത് തെറ്റാണ്. നമ്മൾ പറഞ്ഞായിരുന്നു സസ്യഭാഗങ്ങൾ മാത്രം ആഹാരമാക്കുന്നവയെ എന്ത് പേരാ വിളിക്കുന്നത്? സസ്യാഹാരികൾ എന്നാ വിളിക്കുന്നത്. ഇനി രണ്ടാമത്തേത്, കോഴി മിശ്രാഹാരികൾ എന്ന വിഭാഗത്തിൽ പെടുന്നില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ കോഴി എന്ന് പറയുന്നത് എന്താ? മിശ്രാഹാരികളുടെ അകത്ത് പെടുന്നതാണ്. അപ്പൊ ആ ഒരു ഓപ്ഷനും തെറ്റായിരുന്നു. ഇനി മാംസം മാത്രം ആഹാരമാക്കുന്നവയെ മിശ്രാഹാരികൾ എന്ന് വിളിക്കുന്നു. പക്ഷെ നമ്മൾ മാംസം മാത്രം ആഹാരമാക്കുന്നവയെ എന്ത് പേരാ വിളിച്ചുകൊണ്ടിരുന്നത്? മാംസാഹാരികൾ എന്നാ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ആ ഓപ്ഷനും തെറ്റാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായത് ഏതാണെന്ന് തിരഞ്ഞെടുക്കാന്നാണ്. അപ്പൊ ഡി ആണ് ശരിയായിട്ട് വരുന്നത്. അതായത് സസ്യഭാഗങ്ങളും മാംസവും ആഹാരമാക്കുന്നവയെ നമ്മൾ പറയുന്ന പേരെന്താണ്? മിശ്രാഹാരികൾ. അപ്പം ഓപ്ഷൻ ഡി ആണ്. അപ്പൊ നമ്മളെ ഇച്ചിരി കുഴപ്പിക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും വരും. അപ്പൊ നമ്മള് നന്നായിട്ട്, നമുക്ക് ടൈമുണ്ട് എന്ന് പറഞ്ഞ കുറെ ടൈം ഇല്ല, നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ 45 സെക്കൻഡ് നമുക്ക് സാർ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, ഇല്ലേ പറഞ്ഞോളൂ. അപ്പൊ ആ ക്വസ്റ്റ്യൻ വായിക്കുക, അത് നന്നായിട്ട് തന്നെ വായിക്കുക. നമ്മൾ കറപ്പിക്കുമ്പോൾ അത് കൃത്യമായിട്ട് തന്നെ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ കറപ്പിച്ചും പോവുക. അപ്പൊ ക്വസ്റ്റ്യൻ ഒന്ന് കൺഫ്യൂഷൻ വന്നാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു വായിച്ചാൽ മതി, നമുക്ക് കിട്ടും. കാരണം നമുക്ക് പഠിച്ചു പോകുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ആരെ പേടിക്കോ ടെൻഷൻ അടിക്കോ ഒന്നും വേണ്ട. ഇനി ഈ ക്വസ്റ്റ്യൻ ആണ് ഞാൻ ക്ലാസ്സിന്റെ ഇടയ്ക്ക് പറഞ്ഞത്. ചിത്രശലഭത്തിന്റെ വളർച്ചാ ഘട്ടങ്ങളിൽ ശരിയായ ക്രമം ഏത്? ഞാൻ ആ നാസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതേപടി ഓപ്ഷൻസ് ഇങ്ങനെ എഴുതിയേക്കുക. ചെറിയൊരു കൺഫ്യൂഷൻ വന്നു നോക്കി നിങ്ങള്. ഒന്നാമത്തെ എന്താ? പ്യൂപ്പ, ലാർവ, മുട്ട, ശലഭം. രണ്ടാമത്തെ മുട്ട, ലാർവ, ശലഭം, പ്യൂപ്പ. മൂന്നാമത്തേത് മുട്ട, ലാർവ, പ്യൂപ്പ, ശലഭം. ഡി ഓപ്ഷൻ, ലാർവ, മുട്ട, പ്യൂപ്പ, ശലഭം. ഇതിൽ ഏതായിരിക്കും ചിത്രശലഭത്തിന്റെ വളർച്ചാ ഘട്ടങ്ങളിൽ ശരിയായ ക്രമം? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഓപ്ഷൻ സി. ഓപ്ഷൻ സി. ഓക്കെ, മിടിക്കേട്ടോ. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അതായത് മുട്ട, ലാർവ, പ്യൂപ്പ, ശലഭം. ഞാൻ പറഞ്ഞത് പിള്ളേർക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വന്ന് ബിയും സിയും തമ്മിലായിരുന്നു. കാരണം ആദ്യത്തെ മുട്ടയും ലാർവയും മാത്രം സെയിം ആയി, പിന്നെയുള്ള 2 മാറിപ്പോയുള്ളൂ. അപ്പൊ ചെറിയൊരു കൺഫ്യൂഷൻ അവർക്ക് അവിടെ വന്നത് ഈ ഒരു ആ ഒരു ഓപ്ഷൻസ് തമ്മിലുള്ള ഒരു ഇത് വന്നതേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഉത്തരം വരുന്നത് മുട്ട, ലാർവ, പ്യൂപ്പ, ശലഭം. അതാണ് നമ്മുടെ ചിത്രശലഭത്തിന്റെ വളർച്ചാഘട്ടങ്ങളിലെ ശരിയായ ക്രമം.
ഇനി നമ്മളിപ്പോ ലാസ്റ്റ് പോർഷനിൽ പഠിച്ചതാണ് കേരളത്തിൽ കാണപ്പെടുന്നവയിൽ ഏറ്റവും വലിയ ശലഭം ഏത്? ഏതാ? ഓപ്ഷൻ സി. ഓപ്ഷൻ സി. ഓക്കെ. ഗരുഡ ശലഭമാണ് കേരളത്തിൽ കാണപ്പെടുന്നതിൽ ഏറ്റവും വലിയ ശലഭം. അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ ഔദ്യോഗിക ശലഭവും? ബുദ്ധമയൂരി. ഓക്കെ, ഓപ്ഷൻ ഡി ബുദ്ധമയൂരി. ഇപ്പൊ ഞാൻ ആ ക്വസ്റ്റ്യൻ ഇട്ടില്ല. അതായത് കേരളത്തിലെ അപ്പൊ ഏറ്റവും ചെറിയ ശലഭം ഏതാ? ഈ ഓപ്ഷൻസിനകത്ത് തന്നെ ഉണ്ട്. കേരളത്തിലെ രത്നനീലി. രത്നനീലിയാണ്. ഓക്കെ, മിടുക്കരാട്ടോ. രത്നനീലിയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ചിത്രശലഭം. വലുത് ഗരുഡ ശലഭവും ചെറുത് രത്നനീലിയും ഔദ്യോഗിക ശലഭം എന്ന് പറയുന്ന ബുദ്ധമയൂരിയാണ്. അപ്പൊ ഇതാണ് ഞാൻ ആ ഒരു ജന്തുലോകത്തേക്ക് എന്നുള്ള ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയ PDF. പിന്നെ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് ജസ്റ്റ് മിശ്രാഹാരികള്, മാംസാഹാരികള്, സസ്യാഹാരികള്, അവയുടെ ആ സവിശേഷതകളും അതിന്റെ ഉദാഹരണങ്ങളും. ചിലപ്പോൾ ഉദാഹരണങ്ങൾ തന്നിട്ട് ഇത് ഏത് വിഭാഗത്തിൽ പെടുന്നു, അല്ലെങ്കിൽ ഇവ ഇതിൽ പെടാത്തവ ഏവ, അങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻസ് നോക്കുക, ഈ ടോപ്പിക് ഏതാണോ അതിന്റെ ഉദാഹരണങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കുക. നമ്മൾ ഈ ജന്തുക്കളും സസ്യങ്ങളും എല്ലാം നമ്മുടെ പരിസരത്തുള്ളതാണ്. നമ്മുടെ പരിസര പഠനം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളെ പരിസരവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഏത് കാര്യമായിക്കോട്ടെ, ഏത് സബ്ജക്റ്റും ആയിക്കോട്ടെ, നമ്മുടെ പരിസരവുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ നിങ്ങൾ പഠിക്കാൻ നോക്കുക. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കുന്ന ഓരോ ടോപ്പിക്കുകളും നിങ്ങൾ ഇന്ന് തന്നെ പഠിച്ചിട്ടാണ് കിടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും ഇന്ന് തന്നെ ക്ലാസ് എല്ലാം നോക്കി പഠിച്ചിട്ട് തന്നെ കിടക്കുന്നതെന്ന് തോന്നുന്നു. അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ പഠിക്കുന്ന കൂടെ തന്നെ നമ്മുടെ ചുറ്റുപാടും ഒന്ന് നോക്കുക. ഇത് ഇന്നലെ കേട്ട ഒരു ടോപ്പിക് ആണല്ലോ, ജസ്റ്റ് അങ്ങനെ ഓർത്ത് തന്നെ എല്ലാവരും പഠിക്കാൻ നോക്കാം കേട്ടോ. അപ്പൊ ഇന്നത്തെ ഈ ഒരു പോർഷൻ ഇവിടെ തീർക്കുവാണ്. നമ്മൾ ആ ഒരു ചാപ്റ്റർ തീർന്നു. നമ്മുടെ ഫസ്റ്റ് ഹരിതഭൂമി എന്നുള്ള ആ ഒരു യൂണിറ്റ് നമ്മൾ പഠിച്ചു. ഇനിയിപ്പം ജന്തുലോകത്തേക്കാണുള്ളത്. ഇനിയിപ്പം അടുത്ത യൂണിറ്റുകൾ സയൻസിന് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? ഹലോ, ഹലോ, കേൾക്കാമോ എല്ലാവർക്കും? ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം കേട്ടോ. എല്ലാവർക്കും താങ്ക് യു. എല്ലാരും പഠിച്ചിട്ടൊക്കെ കിടക്കണേ കേട്ടോ. താങ്ക് യു. താങ്ക് യു.